നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. സത്യാണ് സെൽവ നീ പറയുന്നേ? ശരിക്കും ശരിക്കും നീ എന്നെ അന്വേഷിച്ച് നടക്കുവാണോ? നിറഞ്ഞു വന്ന സന്തോഷത്തോടെ മനു സെൽവത്തോട് ചോദിച്ചു. അവൻ ഓഫീസിലെത്തിയത് സെൽവം അവനോട് പറഞ്ഞിരുന്നു നീ അവനെ തിരക്കിയ കാര്യമൊക്കെ. എല്ലാം കേട്ടപ്പോൾ അവന് വളരെ സന്തോഷം തോന്നി. മനുവിന് നീയെ കാണാൻ തോന്നി. ഡാ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് വരാം. ആ ചെല്ലു മോനെ. മനു ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് നീയെ തിരക്കി പോയതും സെൽവം ചിരിച്ചു. മനു നീയേക്കായി കണ്ണുകൾ ചുറ്റും പരുതി. ഒടുവിൽ കണ്ട് ഓഫീസിന്റെ വലിയ ഫ്രണ്ട് ഡോറിന് മുന്നിൽ ലോബിയിലേക്ക് നോക്കി നിൽക്കുന്നവള്. മനു അവൾക്ക് അടുത്തേക്ക് ചെന്ന് വിളിച്ചത് നീയെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവൻ അവൾ വിളിച്ചത് കേട്ട് അവളൊന്ന് ഷോക്കായി. എന്താടോ താനിങ്ങനെ നോക്കുന്നേ? ഒരുമാതിരി പേടിച്ച്. കണ്ണുകൾ മിഴിച്ച് ഞെട്ടലോടെ തന്നെ നോക്കുന്ന നീയെ നോക്കി മനു പറഞ്ഞു. സാറിപ്പോ എന്തെന്നെ വിളിച്ചേ? അവളൊരു രക്ഷയോട് അവനോട് ചോദിച്ചു. അത് എനിക്ക് അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. എല്ലാവരും തന്നെ നീ എന്നല്ലേ വിളിക്കുന്നേ, അതാ ഞാൻ തന്നെ അങ്ങനെ വിളിച്ചത്. എന്താടോ ഞാൻ തന്നെ അങ്ങനെ വിളിച്ചോട്ടെ? ഇല്ല, എന്നെ അങ്ങനെ സാറ് വിളിക്കണ്ട. മുഖത്തെ ഞെട്ടിൽ പെട്ടെന്ന് മാറി അവരുടെ കോപം നിറച്ച് നീ അവനോട് പറഞ്ഞു. അവളുടെ ആ പെട്ടെന്നുള്ള മാറ്റം കണ്ട് മനു നമ്പരുന്നു. അതെന്താടോ ഞാൻ തന്നെ അങ്ങനെ വിളിച്ചതെന്താ പ്രശ്നം? മനൊരു വിക്കലോടെ ചോദിച്ചു. കാരണമുണ്ട്. എന്നെ ഇവാന്ന് വിളിക്കാനുള്ള അവകാശം ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനല്ലാതെ എന്നെ വേറെ ആരും അങ്ങനെ വിളിക്കണ്ട. അവന്റെ മുഖത്തിൽ നിന്ന് കണ്ണിട മാറ്റാത്ത ഉറപ്പോടെ അവൾ പറഞ്ഞതും. ആരാടോ? മനു ചോദിച്ചു. ഞാൻ. പെട്ടെന്ന് ആൽഫിയുടെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും മനുവിനെയും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു കുഞ്ഞിപ്പെണ്ണിനെയും കയ്യിൽ പിടിച്ച് തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്നവന്. മോളെ കണ്ടതും നീ ഒന്ന് ഞെട്ടി. എന്നാൽ ആൽഫിയെയും കുഞ്ഞിനെയും കണ്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു മനു. ആൽഫി നടന്ന് മനുവിന്റെ മുന്നിൽ നിന്നതും നീയൊക്കെ പേടി തോന്നി. കാരണം അത്രയ്ക്ക് ഗൗരവമായിരുന്നു ആൽഫിയുടെ മുഖം. അമ്മ, ഞാൻ അപ്പയുടെ കൂര് വന്യ അമ്മയെ കാണാൻ. ആൽഫിയുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് നീയെ കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. കുഞ്ഞു നീയെ അമ്മയെന്നും ആൽഫിയെ അപ്പാന്നും വിളിക്കുന്നത് കേട്ട മനു ഒരു ഞെട്ടലോടെ നീയെയും ആൽഫിയെയും മാറി മാറി നോക്കി. ആൽഫി സാർ നീയുടെ? മനു സംശയത്തോടെ ആൽഫിയോട് ചോദിച്ചു. ഇപ്പൊ തന്നോട് പറഞ്ഞില്ലേ മനു, ഇവളെ ഇവാന്ന് വിളിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാൾക്ക് അവകാശമുള്ളൂ? അതെനിക്കാ. എന്റെ പെണ്ണ ഈ നിൽക്കുന്ന ഇവാനിയ എന്ന എന്റെ ഇവ, എന്റെ കുഞ്ഞിന്റെ അമ്മ. ഒരു കൈ കൊണ്ട് നീയെ കൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി ആൽഫി പറഞ്ഞതും മനുവിന്റെ കണ്ണുകൾ അതിശയത്തോടെ വീണു. നീയെയും പെട്ടെന്നുള്ള ആൽഫിയുടെ ചേർത്ത് പിടിക്കലിൽ വല്ലാത്തൊരു ഞെട്ടലില്ലായിരുന്നു. മനുവിന്റെ കണ്ണുകൾ ആൽഫിയിലും അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലും തങ്ങി നിന്നു. ഇരുവരും തമ്മിലുള്ള അപാര സാമ്യം ആൽഫിയെ പറിച്ചു വെച്ച പോലെയുള്ള ആ കുരുന്നിന്റെ മുഖച്ചായും അവളുടെ നീല മിഴികളും കണ്ടതോടെ അവൻ ഉറപ്പിച്ചു ആൽഫി പറഞ്ഞൊക്കെ സത്യമാണെന്ന്. നീ മോളെയും കൊണ്ട് എന്റെ ക്യാബിനിലേക്ക് ചെന്ന് പ്രൈവറ്റ് റൂമിലിരുന്നോ. ഞാൻ മനുവായൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. കുഞ്ഞിപ്പെണ്ണിന്റെ നീയയുടെ കയ്യിലേക്ക് നീട്ടി ആൽഫി പറഞ്ഞു. അത് മനുസാറ് വേറൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വെറുതെ. എനിക്ക് മനസ്സിലായടോ, ഞാൻ പറഞ്ഞില്ലേ വേറൊന്നുമില്ല. എനിക്ക് മനുവിനോടൊരു മിനിറ്റ് സംസാരിക്കണം, അത്രേ ഉള്ളൂ. നീ കുഞ്ഞുമായിട്ട് പോ. നീ എന്തോ പറയാനായി തുടങ്ങിയതും ആൽഫി അവളെ തടഞ്ഞുകൊണ്ട് അവളോട് സൗമ്യമായി പറഞ്ഞു. ആൽഫിയുടെ മുഖത്ത് ഗൗരവമാറി ചിരിയോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നീക്കും ഒരു ആശ്വാസം തോന്നി. അവൾ കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് ഓഫീസിനകത്തേക്ക് പോയി. സർ, ഐ എം റിയലി സോറി. എനിക്കറിയില്ലായിരുന്നു നീയ സാറിന്റെ വൈഫാണെന്ന്. നീ ഇവിടെ വന്ന കാലം മുതൽ എല്ലാവർക്കും അറിയാവുന്നത് അവളും ഭർത്താവും പിരിഞ്ഞു നിൽക്കുകയാണെന്നാണ്. ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു എന്നല്ലേ അറിഞ്ഞത്, അല്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ചെന്നല്ലോ. ആൽഫിയുടെ സ്വരം കടുത്തതും മനുവിന്റെ തലതായിരുന്നു. മനു, എനിക്കും ഇവക്കും ഇടയിൽ ഞങ്ങൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ ഒരു പ്രശ്നമുണ്ടായി. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതിന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയുണ്ടെന്നല്ലാതെ ഇന്നേ വരെ എന്റെ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് ഞാൻ പോയിട്ടില്ല. അത് ഏറ്റവും നന്നായി എനിക്കറിയാം. കുറച്ചു മുന്നേ അവളുടെ വായിൽ നിന്ന് തന്നെ താനത് കേട്ടതല്ലേ? ആൽഫി പറഞ്ഞതും മനു ഒന്ന് തലയാട്ടി. സോ തനിക്ക് എന്നെ പറ്റി അറിയാതിരുന്നത് കൊണ്ട് എപ്പോഴും തനിക്ക് പറ്റിയൊരു ഫീലിങ്സ്, അതാണിപ്പോൾ എൻ്റെ പെണ്ണിനോട് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ഇത് ഇവിടെ തീരണം. ഇനി മറ്റൊരു രീതിയിലുള്ള തൻ്റെ ഒരു നോട്ടം പോലും എൻ്റെ പെണ്ണിൽ വീണുകൂടാ. അങ്ങനെയൊന്നും ഉണ്ടായാൽ പിന്നെ നമ്മൾ തമ്മിൽ ഇതുപോലൊരു സംസാരത്തിന് ഇട വരുത്തില്ല ആൽഫി, മനസ്സിലായോ? താക്കിയതുപോലെ ആൽഫിയുടെ ശബ്ദം ഉയർന്നതും മനു ഒന്ന് തലയാട്ടി. എങ്കിൽ മനസ്സില്ലേ, പോയി തന്നെ ജോലി നോക്ക്. ഓക്കെ സർ. ആൽഫി വീണ്ടും പറഞ്ഞതും മനു അവന് മറുപടി കൊടുത്ത് നേരെ അകത്തേക്ക് പോകാനായി തിരിഞ്ഞു. അപ്പോൾ അവരുടെ സംസാരം കേട്ട് ശിവയും നിൽക്കുന്നുണ്ടായിരുന്നു. ശിവയെ ഒന്ന് നോക്കി വിസ് ചെയ്ത് മനു ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി.
ഇത്രേ അവനോട് പറഞ്ഞുള്ളൂ. ഓ, എൻ്റെ ആൽബി നിന്റെ ഇന്നലത്തെ കലിപ്പും ചാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇന്നാ മനോരെ ചീട്ട് കീറുന്നു. ശിവ ആൽബിക്ക് അടുത്തേക്ക് വന്നു ചെന്ന് പറഞ്ഞു. ഏയ്, അവൻ ഇതൊക്കെ മതിയടാ. ആദ്യം ഒരു താക്കീത് കൊടുക്കാൻ നോക്കി. അവനറിയില്ലല്ലോ എൻ്റെയും ഇവിടെ കാര്യം. പിന്നെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ഓരോന്നും ചെയ്യുന്നതിൽ നിന്ന് ഞാനൊന്ന് മാറ്റി ചിന്തിച്ചു തുടങ്ങി. ഒരിക്കൽ അങ്ങനെ ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഞാനും എൻ്റെ പെണ്ണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു ദീർഘനിശ്വാസത്തോട് ആൽഫി പറഞ്ഞു നിർത്തിയതും ശിവയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആൽഫിയിലുണ്ടാകുന്ന മാറ്റത്തിന് അവന് സന്തോഷം തോന്നി. ഒരപ്പനായപ്പോൾ നിനക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ചെറുക്ക. ഇനി എൻ്റെ ആനിയത്തെ കൊച്ചു കൂടെ ഒന്ന് ക്ഷമിച്ച് കണ്ടാൽ മതി എനിക്ക്. ആ, അതിനല്ലണം മോനെ ഞാനും കാത്തിരിക്കുന്നേ. ശിവ ആൽഫിയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു പറഞ്ഞതും ഒരു നിറച്ചിരിയോട് ആൽഫിയും മോനെ ചേർത്ത് പിടിച്ചു. നീയെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വേഗം ആൽഫിയുടെ ക്യാബിനിലേക്ക് കയറി. അവൾ ക്യാബിൻ്റെ അകത്തെ പ്രൈവറ്റ് റൂം തുറന്നതും മുന്നിലെ കാഴ്ച കണ്ടൊന്ന് ഞെട്ടി നിന്നു. ആ മുറിയാകൊന്ന് മാറി അവിടെ ഉണ്ടായിരുന്ന സോഫക്കൊപ്പം ഒരു സിംഗിൾ സൈഡ് ബെഡും ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ടോയ്സും ഒക്കെ അവിടെയുണ്ട്. ഓഹോ, അപ്പൊ ഈ മുറി ഇങ്ങനെ ആക്കാനാവും രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നീ അതെല്ലാം ഒന്ന് കണ്ണോടിച്ച് മനസ്സിൽ പറഞ്ഞു. ഹായ് ടെഡി ബിയർ. അവിടെ ഇരിക്കുന്ന ടോയ്സിന്റെ കൂട്ടത്തിലുള്ള വലിയ ടെഡി ബിയർ പാവ കണ്ട് കുഞ്ഞിപ്പെണ്ണ് നീയുടെ കയ്യിൽ നിറങ്ങി ആവേശത്തോടെ അതിനെ ഓടിച്ചെന്നെടുത്ത് കളിക്കാൻ തുടങ്ങി. കുഞ്ഞിയുടെ ചിരിയും കളിയൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നി. അവൾ പതിയെ മോളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിലേക്ക് ഇരുന്നു. അപ്പോഴാണ് മുറിക്ക് അകത്തേക്ക് ആൽഫി വന്നത്. അപ്പേ, ആൽഫിയെ കണ്ട കുഞ്ഞി ഇരു കൈയും വിരിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി. അവൻ അവളെ വാരിയെടുത്ത് പിടിച്ചു. ചോദിച്ചില്ല നോക്കാന്നോ? പിന്നല്ലാതെ, അപ്പയുടെ പൊന്നിന് അപ്പ വാങ്ങി വെച്ചതല്ലേ ഇതെല്ലാം. ഇഷ്ടായോ എൻ്റെ ചക്കരക്ക് ഇതൊക്കെ? ആ, ഇത്തായി. അവൻ കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് പറഞ്ഞതും കുഞ്ഞു കൂടെ കൂടെ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അല്ല, പുറത്ത് മനസ്സാറിനോട് എന്താ പറഞ്ഞേ? നീ എഴുന്നേറ്റ് ആൽഫിക്ക് അരികെ ചെന്ന് പതിയെ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ടെൻഷൻ ആൽഫിക്ക് മനസ്സിലാവുമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലടും, നീയും കുഞ്ഞ് എൻ്റെയാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു ചിരിയോടെ കുഞ്ഞിനെ ഒന്നുകൂടി ഇറുകെ പിടിച്ച് അവൻ പറഞ്ഞതും നീയുടെ മനസ്സും നയഞ്ഞു. അവളുടെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ ചിരി വിടർന്നു. പലപ്പോഴായി മനുവിനോട് അവളെ ശല്യപ്പെടുത്തരുത്, കല്യാണത്തിന് തന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറയുമ്പോഴും അധികാരത്തോടെ തന്നെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഇച്ചായൻ ഇവൾ തന്നെയാണ് എന്ന് മനുവിനോട് പറഞ്ഞിരുന്നെങ്കിലെന്ന് പലപ്പോഴും അവൾ ഓർത്തിട്ടുള്ളതാണ്. അതെന്ന് കൺമുമ്പിൽ കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു സംതൃപ്തി വന്നത് അവൾ അറിഞ്ഞു. എന്തോർത്ത് ചിരിയോടെ നിൽക്കുന്ന നീയെ നോക്കി ആൽഫൊന്ന് ചുമച്ചു. അവന്റെ ചുമ കേട്ട് അവൾ ഞെട്ടിപ്പിടിച്ച് അവനെ നോക്കിയതും അവൻ എന്താന്ന് പിരികമ്പൊക്കെ അവളോട് ചോദിച്ചു. അതെന്തിനാ മനസ്സാറിനോട് അങ്ങനെ പറഞ്ഞ്? ഞാൻ എപ്പോഴാ നിങ്ങളുടെ ആയത്? മോളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. ഞൊടിയിടയിൽ ചുണ്ടിൽ പിരിഞ്ഞ ചിരി സമർത്ഥമായി ഒളിപ്പിച്ച് അവൾ ആൽഫിയോട് ദേഷ്യത്തിൽ ചോദിച്ചു. അതെങ്ങനെയാണ് കൊച്ചിന് അമ്മയില്ലാതെ കുഞ്ഞു മാത്രം ഉണ്ടാകുന്നേ? എൻ്റെ കുഞ്ഞും അവളുടെ അമ്മയും ഈ ആൽഫിയുടെ തന്നെയാണ്. അതിനെനിക്കൊരു വേർതിരിവില്ല. എൻ്റെ കുഞ്ഞു മാത്രമല്ല, അവളുടെ ഈ അമ്മയും എൻ്റെ തന്നെയാണ്. അവളെ ഒന്ന് ഇരുത്തി നോക്കി അവൻ പറഞ്ഞു. നീ ദേഷ്യത്തോടെ അത് നമുക്ക് കാണാം എന്നും പറഞ്ഞ് ചുണ്ടുകൊണ്ടി അത് കണ്ട് ആൽഫി പതിയെ ചിരിച്ചു. അല്ല, എന്നതിനെ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ? പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ അവൾ അവനോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞിനെ ഇന്ന് അവളുടെ നെറ്റിയിൽ മുറിവ് സ്റ്റിച്ചടിക്കാൻ പോകേണ്ടതാണ്. അവൻ ഞാൻ ഓർത്തു ഇന്ന് ഓഫീസിൽ വരുമ്പോൾ അവളെയും കൂട്ടാന്ന്. അവൻ പറഞ്ഞപ്പോഴാണ് നീയും ആ കാര്യം ഓർത്തത്. കുഞ്ഞിയുടെ നെറ്റിയിലെ സ്റ്റിച്ചെടുക്കേണ്ടതാണെന്ന് മനസ്സാറിൻ്റെയും ഇച്ഛയുടെയും കാര്യം തലയിൽ കയറിയിരുന്നപ്പോൾ അതങ്ങ് വിട്ടുപോയി. ഷോ, ഞാനതങ്ങ് മറന്നുപോയി എൻ്റെ മാതാവേ. അവൾ സ്വയം തലക്കടിച്ച് പതിയെ പറഞ്ഞു. 11 മണിക്ക് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ പോകാം ഹോസ്പിറ്റലിലേക്ക്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ആൽഫിയും കുഞ്ഞിപ്പെണ്ണും കൂടി പിന്നെ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അപ്പൻ്റെയും മോളുടെയും ആ കളി കണ്ട് നീ അവിടെ തന്നെ നിന്നു. പാപ്പ അന്വേഷിച്ചു എന്നെ? എബ്രഹാമിന്റെ മുറിയിലേക്ക് വന്ന് അനു തിരക്കി. ഒരത്യാവശ്യ കാര്യമുണ്ടാനും. ശിവ ഇപ്പൊ വിളിച്ചിരുന്നു. ബാദ്ര പോസ്റ്റിൻ്റെ അടുത്തുള്ള നമ്മുടെ കോറിയുടെ ലൈസൻസ് പുതുക്കുന്നതിൽ എന്തോ ഒരു തടസ്സം. അവിടെ പോയി അവിടുത്തെ ലോക്കൽ അതോറിറ്റിയെ കണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം. കോറിയുടെ കാര്യമായതുകൊണ്ട് ഓണർഷിപ്പിലുള്ള ആരെങ്കിലും ചെല്ലണം അവിടെ. ആൽഫി സ്ഥലത്തില്ലാത്തത് കൊണ്ട് എന്നോട് വരുന്നതിൻ്റെ കാര്യം പറയാനാ അവൻ വിളിച്ചത്. പക്ഷേ അത്രയും ദൂരം യാത്രയും പിന്നെ അവിടെ സ്റ്റേയും ചെയ്യേണ്ടി വരുന്നത് എനിക്കിപ്പോൾ പറ്റില്ല. അറിയാലോ നിനക്ക്. പപ്പ എന്താ പറയുന്നത്? എബ്രഹാം പറഞ്ഞു വരുന്നത് മനസ്സിലാവാതെ അനു അയാളോട് ചോദിച്ചു. അത് ശിവക്കൊപ്പം നീ അവിടെ പോകണം. ഞാനും ആൽഫിയും കഴിഞ്ഞാൽ ലീഗലി കമ്പനിയുടെ ഓണർഷിപ്പ് നിനക്കുണ്ട്. സോ നീ പോകണം അവനോടൊപ്പം.
എബ്രഹാം പറഞ്ഞു നിർത്തിയതും മനു ഒരു നിമിഷം നിശബ്ദയായി. വീണ്ടും ശിവേട്ടനൊപ്പം ഒരുമിച്ച് ഓർത്തതും അവൾക്ക് ശരീരം പിറക്കാൻ തുടങ്ങി. നെയ്യൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന അനുവിനെ നോക്കി എബ്രഹാം വീണ്ടും ചോദിച്ചു. അത് ഞാൻ കൂടെ ചെല്ലുന്ന ശിവേട്ടന് ഇഷ്ടാവില്ല. അത് വേണ്ട. എന്നേക്കാളും നല്ല മറ്റൊരാൾ ആലോചിച്ചൂടെ? കണ്ണുകൾ നിറച്ച് വിക്കി പറയുന്നവളെ കാണെ എബ്രഹാമിന് വല്ലാണ്ടായി. ശിവ എന്ന് പറഞ്ഞാൽ തന്നെ ഓടിത്തുള്ളി നടക്കുന്നവളാണ്. അവനെ നേരിനൊപ്പം പോലും സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണു. വേറെ ആർക്കും പറ്റില്ലാനോ? നിയമപ്രകാരം ലൈസൻസ് പുതുക്കുമ്പോൾ ഓണർഷിപ്പിലുള്ള ആരെങ്കിലും ഉണ്ടാവണം. വക്കീലും അതാ പറയുന്നേ. അതുകൊണ്ട് നീ പോകാൻ തയ്യാറായിക്കോ. ശിവയോട് ഞാൻ സംസാരിച്ചോളാം. അവൻ സമ്മതിക്കും. ചെല്ല്. എബ്രഹാം പറഞ്ഞതും വേറെ വഴിയില്ലാത്ത അനുസരണയോടെ തലയാട്ടി ആന പുറത്തേക്ക് പോയി. മുറിയിൽ നിന്നും വെളിയിലിറങ്ങി നടക്കുമ്പോഴും ആനവൻ്റെ ഉള്ളിൽ ശിവയായിരുന്നു. ഇല്ല, എനിക്ക് ഉറപ്പാ. എന്നെ കാണാൻ പോലും ഇഷ്ടമല്ല എൻ്റെ ശിവേട്ടന്. എൻ്റെ കൂടെ ഒരുമിച്ച് ശിവേട്ടൻ വരില്ല. ഒരു നോവോടെ അവൾ മനസ്സിലോർത്തു.